നമസ്കാരം. ബീഹാറിൽ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം. രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പുതിയ ബീഹാർ മുഖ്യമന്ത്രിയായി സാമ്രാജ് ചൗധരിയെ BJP പ്രഖ്യാപിച്ചു. ബീഹാറിൽ ആദ്യമായിട്ടാണ് BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത്. ബുധനാഴ്ച പട്നയിൽ വെച്ച് സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇതോടെ 2 ദശാബ്ദത്തിനോടടുത്തുള്ള നിതീഷ് യുഗം അവസാനിച്ച് BJP നേതൃത്വത്തിലുള്ള സർക്കാർ ആദ്യമായി ബീഹാറിൽ അധികാരത്തിലേറുകയാണ്. 57-കാരനായ സാമ്രാജ് ചൗധരി രാകേഷ് കുമാർ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. BJPയുടെ സംസ്ഥാനത്തെ ശക്തമായ മുഖമായ ചൗധരി താരാപൂരിൽ നിന്നുള്ള MLA ആണ്. OBC മുഖം എന്ന നിലയിൽ BJP വളർത്തിയെടുത്ത സാമ്രാജ് ചൗധരി BJP സംസ്ഥാന അധ്യക്ഷനായി അടക്കം പ്രവർത്തിച്ചിട്ടുണ്ട്. സമതാ പാർട്ടി നേതാവ് ശകുനി ചൗധരിയുടെ മകനായ അദ്ദേഹം 1990-ൽ RJDയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 1999-ൽ RJD മന്ത്രിസഭയിൽ കൃഷി മന്ത്രിയായിരുന്നു. 2014-ൽ RJDയിൽ നടന്ന പിളർപ്പിന് പിന്നിലെ സൂത്രധാരനായിരുന്നു. 2018-ൽ RJD വിട്ട് BJPയിലെത്തി. 2021 മുതൽ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ബീഹാർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സാമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്നാണ് സംസ്ഥാനത്തെ നയിക്കാനെത്തുന്നത്. അതേസമയം നാളെ BJP മുഖ്യമന്ത്രിക്കൊപ്പം 2 ഉപമുഖ്യമന്ത്രിമാർ JDUവിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. വിജേന്ദ്ര യാദവ്, വിജയ് ചൗധരി എന്നിവരാകും ഉപമുഖ്യമന്ത്രിമാരെന്നാണ് സൂചന. നിതീഷ് ഇന്ന് ഉച്ചയോടെ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. 20 കൊല്ലക്കാലം മുഖ്യമന്ത്രിയായി ബീഹാറിനെ സേവിക്കാനായതിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് നിതീഷിന്റെ പടിയിറക്കം. 20 കൊല്ലം ബീഹാറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിനായി പ്രധാനമന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നതായും രാജിവെച്ചതിന് പിന്നാലെ നിതീഷ് പ്രതികരിച്ചു. അതേസമയം നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ ക്യാബിനറ്റിന്റെ ഭാഗമായേക്കില്ല എന്നാണ് JDUവിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത. 1968 നവംബർ 16-ന് മുൻഗർ ജില്ലയിലെ ലഖൻപൂർ ഗ്രാമത്തിലാണ് സാമ്രാജ് ചൗധരിയുടെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് ശകുനി ചൗധരി 7 തവണ MLAയും പാർലമെന്റ് അംഗവുമായിരുന്നു. അമ്മ പാർവതി ദേവിയും താരാപൂർ മണ്ഡലത്തിൽ നിന്നും MLA ആയിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ കുടുംബത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. മുൻഗറിൽ ആദ്യകാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മധുരൈ കാമരാജ് സർവകലാശാലയിൽ ഉന്നത പഠനം നടത്തി. വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടായിട്ടും ചൗധരി രാഷ്ട്രീയത്തിൽ സജീവമായി. 1990-കളിൽ ലാലു പ്രസാദ് യാദവിനൊപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 95-ൽ ഒരു പ്രക്ഷോഭത്തിനിടെ 89 ദിവസം ജയിലിൽ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക ഘട്ടമായിരുന്നു. 1999 മെയ് 19-ന് രബ്രി ദേവി സർക്കാരിൽ കൃഷി മന്ത്രിയായി. 2000-ൽ പർബതയിൽ നിന്ന് ആദ്യമായി MLA ആയി. 2010-ൽ MLA ആയി ചൗധരി നിയമസഭയിലെ പ്രതിപക്ഷ ചീഫ് വിപ്പായി. 2014-ൽ RJDയിൽ പിളർപ്പുണ്ടാക്കി ജിതിൻ റാം മാഞ്ചി സർക്കാരിൽ നഗരവികസന മന്ത്രിയായി. ഇത് ലാലു പ്രസാദ് യാദവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർപിരിയലിനും കാരണമായി. 2017-ൽ BJPയിൽ ചേർന്ന അദ്ദേഹം 2018-ൽ സംസ്ഥാന ഉപാധ്യക്ഷനായി. 2020-ൽ BJP കോട്ടയിൽ നിന്ന് നിയമനിർമ്മാണ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021-ൽ പഞ്ചായത്ത് രാജ് മന്ത്രിയായും പ്രവർത്തിച്ചു. 2022-ൽ ബീഹാർ നിയമനിർമ്മാണ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായി മാറിയതോടെ സംഘടനയിലും നിയമസഭയിലും ചൗധരിയുടെ സ്ഥാനം ശക്തിപ്പെട്ടു. 2022 ഓഗസ്റ്റിൽ നിതീഷ് കുമാർ മഹാസഖ്യവുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചപ്പോൾ BJPക്ക് കരുത്തിനും ആക്രമണോത്സുകനായ ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. അമിത്ഷാ സാമ്രാജ് ചൗധരിയെ 2023-ൽ സംസ്ഥാന BJP അധ്യക്ഷനായി നിയമിച്ചു. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുവരെ തലപ്പാവ് ഉപേക്ഷിക്കില്ലെന്ന് ചൗധരി പ്രതിജ്ഞയെടുത്തു. 2024 ജൂലൈയിൽ അയോധ്യയിലെ സരയൂ നദിയിൽ സ്നാനം ചെയ്ത അദ്ദേഹം ഈ പ്രതീകാത്മക പ്രതിജ്ഞ നിറവേറ്റി. 2024 ജനുവരിയിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രിയും BJP നിയമസഭാകക്ഷി നേതാവുമായി. 2024 ഫെബ്രുവരിയിൽ ധനകാര്യം, ആരോഗ്യം, നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ ചുമതല അദ്ദേഹത്തിന് ലഭിച്ചു. 2024 ജൂലൈ 25-ന് സംസ്ഥാന BJP അധ്യക്ഷ പദവി അവസാനിച്ചെങ്കിലും സർക്കാരിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനമുണ്ടായി. ബീഹാർ രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യങ്ങൾ നിർണായകമാണ്. ഈ സമവാക്യങ്ങളുടെ കേന്ദ്രത്തിലാണ് ചൗധരിയുടെ സ്ഥാനം. ഏകദേശം 4.2% ജനസംഖ്യ വരുന്ന കോയേരി അഥവാ കുശ്വാഹ സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. യാദവർ കഴിഞ്ഞാൽ ഏറ്റവും ശക്തരായ OBC വിഭാഗങ്ങളിലൊന്നാണിത്. വർഷങ്ങളായി നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ശക്തി കുർമി, കോയേരി സമുദായങ്ങളുടെ ലവ് കുഷ് കൂട്ടുകെട്ടിൽ അധിഷ്ഠിതമായിരുന്നു. ചൗധരിയെ ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ കുശ്വാഹ വോട്ടർമാർക്കിടയിൽ പിന്തുണ നേടാനാണ് BJP ശ്രമിക്കുന്നത്. ഒരു ശക്തനായ OBC നേതാവ് എന്ന നിലയിൽ സ്വന്തം സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹം വിശാലമായ OBC വിഭാഗത്തിന്റെ പ്രതിനിധിയായി സ്വയം അടയാളപ്പെടുത്തുന്നു. 2022 മുതൽ നിതീഷ് കുമാറിനെ രാഷ്ട്രീയ വേദികളിൽ പരസ്യമായി വെല്ലുവിളിക്കുകയും ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്രാജ് ചൗധരിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള ഉയർച്ച ബീഹാറിലെ BJPക്ക് ഒരു പുതിയ ഘട്ടത്തിന് തുടക്കമിടുമോ എന്നതാണ് പ്രധാന ചോദ്യം. സഖ്യകക്ഷി എന്ന നിലയിൽ നിന്ന് പൂർണ്ണ നേതൃപരമായ പങ്ക് ഏറ്റെടുക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം.